ഗുജറാത്തിലെ ഉരുളക്കിഴങ്ങ് കർഷകർക്കെതിരെ ബഹുരാഷ്ട്ര കുത്തകയായ പെപ്സിക്കോ നിയമ നടപടി സ്വീകരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ലേസ് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന ഇനം ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തുവെന്നതിന്റെ പേരിലാണ് 9 കർഷകർക്കെതിരെ നടപടിയുമായി പെപ്സിക്കോ നീങ്ങിയത്. ഓരോ കർഷകരും 1.05 കോടി രൂപ വീതം നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് കമ്പനിയുടെ ആവശ്യം. സബർകന്ത, ആരവല്ലി ജില്ലകളിലെ 9 കർഷകർക്കെതിരെയാണ് പെപ്സിക്കോ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ലേസ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങാണ് കർഷകർ കൃഷി ചെയ്തതെന്നും അത് ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും തങ്ങൾക്ക് മാത്രമാണ് അവകാശമെന്നും കമ്പനി വാദിക്കുന്നു. തങ്ങളുടെ അനുമതിയില്ലാതെയാണ് ഈ ഇനത്തിൽപ്പെട്ട ഉരുളക്കിഴങ്ങ് കർഷകർ കൃഷി ചെയ്തതെന്നും കമ്പനി അഹമ്മദാബാദ് കോടതിയിൽ വാദിച്ചു. തങ്ങളുടെ ലേസ് ചിപ്സ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഈ കർഷകർ കൃഷി ഇറക്കുന്നതെന്നും അത് ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും തങ്ങൾക്കാണ് നിയമപരമായ അവകാശമെന്നാണ് പെപ്സിക്കോ പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് ആക്ട് 2001 പ്രകാരം തങ്ങൾ സ്വന്തമാക്കിയ സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് FL 2027 എന്നാണ് പെപ്സിക്കോ അവകാശപ്പെടുന്നത്. പെപ്സിയുമായി കരാറുള്ള കർഷകർക്ക് മാത്രമാണ് ഈ ഇനം ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ കർഷകർ വ്യാവസായികമായി കൃഷി ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് പെപ്സിക്ക് മാത്രമേ വിൽക്കാവൂ എന്ന നിബന്ധനയും ഉണ്ട്. 2009 ഈ ഇനം ഉരുളക്കിഴങ്ങ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. എന്നാൽ പ്രാദേശികമായി ലഭിച്ച വിത്ത് ഉപയോഗിച്ചാണ് കർഷകർ കൃഷി ചെയ്തതെന്നും കമ്പനി ഉന്നയിക്കുന്ന വിധത്തിലുള്ള നിയമപ്രശ്നങ്ങളെക്കുറിച്ച് കർഷകരിൽ പലർക്കും അറിയില്ലെന്നും വഡോദരയിലെ കർഷക കൂട്ടായ്മയുടെ ഭാരവാഹിയായ കപിൽ ഷാ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുപോലെ കുത്തകകൾ കൈവശമാക്കിയിട്ടുള്ള മറ്റ് ബ്രാൻഡഡ് വിത്തുകൾക്കും വിളകൾക്കും ഇത്തരത്തിലുള്ള നിയമ നടപടി നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കർഷകരെന്നും കപിൽ ഷാ പറഞ്ഞു. 3-4 ഏക്കർ ഭൂമിയിൽ കൃഷി ഇറക്കിയിട്ടുള്ള ചെറുകിട കർഷകരാണ് നടപടി നേരിടേണ്ടി വന്നത്. പെപ്സിയുടെ പരാതിയിൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് അഹമ്മദാബാദിലെ പ്രത്യേക കോടതി കഴിഞ്ഞ ആഴ്ച നോട്ടീസ് നൽകിയിരുന്നു. സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അന്വേഷണ സമിതിയെയും പ്രത്യേക കോടതി നിയോഗിച്ചിട്ടുണ്ട്. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. സമരരംഗത്തുള്ള കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കർഷക നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തുണ്ട്. അതേസമയം കർഷകരുടെ നീതിക്കായുള്ള സമരത്തെ പിന്തുണയ്ക്കുന്നതോടൊപ്പം ലേസ് ബഹിഷ്കരിച്ച് കോർപ്പറേറ്റുകൾക്ക് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിൻ ബോയ്കോട്ട് ലേസ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.